ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശരണ്യ ലേറ്റസ്റ്റ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഉള്ളി എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഞാനത് ഒരു സ്റ്റെപ്പ് കോരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുവാണ്. നല്ലോണം ഫ്രൈ ആക്കട്ടെ. ആദ്യത്തെ ഞാൻ കോരി എടുത്തായിരുന്നു. രണ്ടാമത് ഇട്ടേക്കുന്നതാണ്. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇതിനെ കോരി എടുക്കണം. ആദ്യം തീ കൂട്ടി വെച്ചിട്ട് ഒരു ബ്രൗൺ കളറായി ഒരു യെല്ലോയിഷ് കളറായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ തീ ഒരല്പം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോഴാ ചെറിയൊരു യെല്ലോ കളറായി വരുന്നുണ്ട്. അപ്പം നമുക്ക് തീ കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കയ്പ്പായിരിക്കും. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഇത് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഉള്ളി കോരാറായിട്ടുണ്ട്. ഈ പരുവായാൽ മതി, അല്ലെങ്കിൽ ഒരുമാതിരി കരിഞ്ഞ് ചുവയ്ക്കും. അതൊക്കെ കോരി എടുക്കട്ടെ. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഇടാം. കടുകിട്ട ശേഷം കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി നല്ലവണ്ണം വഴണ്ട് വന്ന ശേഷം സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും ഉണ്ട്. സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഒട്ടാനുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലവണ്ണം വഴണ്ടി വരട്ടെ. ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ഉപ്പ് ഇത്രയും ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വിരകി വെച്ചിരിക്കുന്നതാണ്. ഉണ്ടാക്കാറുണ്ട്. അടുത്ത അന്നത്തെ പടം പോലത്തെ ആണെന്ന് കാണിക്കണ്ട. നമ്മള് നേരത്തെ എന്തൊക്കെയോ പടം വരച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് കാണിക്കാനാണ് ഇതെടുക്കാൻ പോയതാണ്. എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അരി കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം 1/2 കിലോ അരിയോളം വരും. വെള്ളം ഒഴിച്ചിട്ടേക്കാണ്. ഇനി 1/2 മണിക്കൂർ അത് അവിടെ ഇരുന്ന് കുതിരട്ടെ.
ഉള്ളി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം വരകി വെച്ചിരുന്നത് കൊണ്ട് എല്ലാം നല്ല പിടിച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറായി ഞാൻ ഇത് വരകി വെച്ചിട്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് അവിടെ നിന്ന് നല്ലോണം വേവട്ടെ. ചിക്കൻ 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ നല്ലോണം വേവണം. അത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് നല്ലോണം വെന്തെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അത് കുക്കറിലൊക്കെ വേവിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വെന്ത് വരുന്നതാണ്. എങ്കിലും ഇത് 1 മണിക്കൂർ അങ്ങനെ തീയിലിരുന്ന് നല്ലവണ്ണം വേവിച്ച് വരട്ടെ. ഞാൻ അങ്ങനെയാണ് വേവിച്ചെടുക്കാറ്. ചിക്കനായി വരുമ്പോഴത്തേക്കും നമുക്ക് അരി കുതിരും. 1/2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും അത് അരി കുതിർന്ന് വരും. അതിനുശേഷം നമുക്കത് വേവിക്കാൻ വെക്കാം. അപ്പം ചിക്കനും ആ അരിയും ഒക്കെ ഏകദേശം ഒരേ സമയത്ത് തന്നെ എല്ലാം ആയി വരും. അപ്പൊ അരി വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ദം ചെയ്യാൻ വെക്കാമല്ലോ. ഇനി അരി തിളയ്ക്കാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വയ്ക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് വെള്ളം വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ട ശേഷം കറുവാപ്പട്ട, പെരിഞ്ജീരകം, ഗ്രാമ്പു, പിന്നെ സ്റ്റാർ, ഇത്രയാണ് ഞാൻ അതിലോട്ടിട്ടത്. പിന്നെ 2-3 ഏലക്ക ഇടുന്നുണ്ട്. ഏലക്ക പൊട്ടിച്ചിടുന്നുണ്ട്. രണ്ട് 3 വയണയിലയാണ് അത് ഇടുന്നത്. 2 ഇലയുണ്ട്. കീറിയിടുക. കുറച്ച് നെയ്യ് ഒഴിക്കാം. വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം അരിയിട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നല്ലവണ്ണം വേവിക്കുക. ഒരു 80% വെന്താൽ മതി. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ചോറ് കറക്റ്റ് പരുവമായിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. ഇനി നമുക്ക് ദമ്മിടാം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇത്രയും ചിക്കൻ നമുക്ക് ദമ്മിടാൻ വേണ്ടി വേണ്ട. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുകയാണ്. മാറ്റി വെച്ചിട്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ചോറ് അതിൻ്റെ പുറത്തേക്ക് ഇടുക. ചോറിട്ട് നല്ലവണ്ണം നിരത്തിയിടുക.
നേരത്തെ ഇട്ട ശേഷം മഞ്ഞൾപ്പൊടി ഇത്തിരി വെള്ളത്തിൽ കലക്കി അതിന് പുറത്തൂടെ ഇങ്ങനെ ഒഴിക്കുക. മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ വെള്ളത്തിൽ കലക്കിയാണ് ഒഴിച്ചത്. ഇനി നമ്മൾ വറുത്ത് വെച്ച ആ സവാള അതിന് പുറത്തേക്ക് ഇടുക. എല്ലാം നിരത്തിയാണ് ഇടേണ്ടത്. അതിനുശേഷം കുറച്ച് നെയ്യ് അതിന് പുറത്തോട്ട് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച ശേഷം ആ പാത്രം നല്ലവണ്ണം മൂടി വയ്ക്കുക. ഒരു 5-10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അതിനെ ഒന്ന് വേവിക്കുക. വേവിച്ച ശേഷം അരമണിക്കൂർ അനക്കാതെ വച്ചേക്കുക. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. ബിരിയാണി കറക്റ്റായിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. നല്ല മണവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അടിപൊളിയാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ബിരിയാണി. സലാഡ്, അച്ചാർ ഇതിനോടൊപ്പം കൂടെ കഴിക്കാം. സൂപ്പറാണ്.